ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഇത് എറണാകുളം സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് കേട്ടോ. അവിടുത്തെ കല്യാണ വീടുകളിലൊക്കെ ഇതേ രീതിയിലാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചിക്കൻ ആണ് കേട്ടോ. ചിക്കൻ 1.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി അരിപ്പയിൽ വെച്ചതാണ്. വെള്ളമെല്ലാം പോയതാണ്. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. പുളി അധികമില്ലാത്ത ടൈപ്പ് തൈരാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ആക്കി എടുത്തതാണ്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒരു ക്രഷ് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇത്തിരി മമ്പന്തിയിൽ നിൽക്കുന്ന രീതിയിൽ വേണം ആഡ് ചെയ്യാൻ കേട്ടോ. എന്നാലാണ് ചിക്കനും മസാല നന്നായിട്ട് പിടിക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെങ്കിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് പിടിക്കുകയും ചെയ്യുള്ളൂ, നല്ലൊരു ടേസ്റ്റും വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചിക്കനിൽ ഈ മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വൈകിട്ടാണ് മസാല തേക്കുന്നത്. എന്നിട്ട് നാളെയാണ് ബിരിയാണി തയ്യാറാക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ഇനി വേണ്ടത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കൻ എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഒരു ട്രിപ്പായിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായിട്ട് തിളക്കുന്ന രീതിയിൽ തന്നെ ഇത് കുക്ക് ചെയ്യണം കേട്ടോ. എല്ലാം നന്നായിട്ട് പിടിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞു. 3 മിനിറ്റ് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് നേരം വെച്ചു. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു. ചിക്കൻ്റെ ഇപ്പുറത്തെ സൈഡും കുക്കാവാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇതൊരു 6-7 മിനിറ്റ് ആയപ്പോൾ ഇപ്പുറത്തെ സൈഡും കുക്കായിട്ടുണ്ട്. മൊത്തം ചിക്കൻ കുക്കാവുന്നതിന് വേണ്ടി ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ. ആദ്യം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ചിട്ട് കുക്ക് ചെയ്ത് ഓയിലിൽ നിന്നും മാറ്റി. ആ ഓയിലിൽ തന്നെ ഞാൻ 6 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സവാള നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. അതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തു. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ചിക്കനിലുള്ള മസാല എല്ലാം ഓയിലുണ്ടാവും. അപ്പോൾ ആ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ആ ഓയിൽ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ആ ഓയിൽ വേസ്റ്റ് ആക്കുകയും വേണ്ടല്ലോ, നമുക്ക് ബിരിയാണിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സവാള നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരിക. ഓയിൽ കുറച്ച് അധികമുണ്ട്, അതുകൊണ്ട് സവാള നന്നായിട്ട് ഇങ്ങനെ വഴറ്റി തന്നെ എടുക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യണം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അത് 1/2 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്തു. അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇഞ്ചിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ഫ്രൈ ചെയ്യുന്ന രീതി തന്നെ വേണം ഈ സവാള. എന്നാലാണ് ഒരു ടേസ്റ്റ് നന്നായിട്ട് വരിക കേട്ടോ.
നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. പിന്നെ ഗരം മസാല അത് 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റണം. ഈ സവാള കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം. ഈ ഓയിലും സവാളയും മല്ലിപ്പൊടിയും എല്ലാ പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ആ പൊടിയുടെ പച്ചച്ചുവ എല്ലാം മാറി വരണം. അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റണം കേട്ടോ. നമ്മൾ ഈ മസാലകൾ നന്നായിട്ട് വഴറ്റുന്നതനുസരിച്ചാണ് അതിന് ടേസ്റ്റ് വരാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഈ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ. ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ആഡ് ചെയ്യാം. പിന്നെ മല്ലിയിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരിച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ പുതിനയിലയും കൂടി ഞാൻ ആഡ് ചെയ്തു. അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് കുക്കാവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ചിക്കനിലേക്ക് പിടിക്കണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആ വെള്ളം വേഗം അങ്ങോട്ട് വറ്റിപ്പോവും. വെള്ളം വറ്റിപ്പോയതിന് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്താൽ മതി. ആ മസാല നോക്കിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. അപ്പോൾ അത് മസാല റെഡിയാവും. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ജീരകശാല റൈസ് 1 കിലോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അളന്ന് നോക്കുമ്പോൾ 5 ഗ്ലാസ് അരിയുണ്ട് കേട്ടോ. 1 കിലോ അരി എന്ന് പറയുന്നത് എൻ്റെ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് അരിയുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് 3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. എന്നിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യുന്നതിന് വേണ്ടി 1/2 മണിക്കൂർ വെക്കാം. അടച്ച് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ സമയത്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തു. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 1/2 kg കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ 1/2 kg ആഡ് ചെയ്തു. വെളിച്ചെണ്ണയും 1/2 kg കൂടി കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2 സവാള നീളമായിട്ട് കട്ട് ചെയ്തതാണ്, അത് ആഡ് ചെയ്തു. ഇത് ഫ്രൈ ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ലാസ്റ്റ് ചോറ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സവാള ഫ്രൈ ചെയ്ത് മാറ്റുന്നത് കേട്ടോ. നല്ല തിളച്ച ഓയിലിൽ വേണം സവാള ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ 1 നുള്ളി ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും, അതുകൊണ്ടാണ് ഉപ്പ് ആഡ് ചെയ്തത്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിലിൽ ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ സവാള ഒരു ക്രിസ്പി ആവാത്ത രീതിയിലാണ് വരിക. അതുകൊണ്ട് തിളച്ച ഓയിലിലെ ഉള്ളി ആദ്യം ആഡ് ചെയ്യാൻ പാടുള്ളൂ. കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ലാസ്റ്റ് നന്നായിട്ട് നോക്കി തന്നെ നിൽക്കണേ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞ് അങ്ങോട്ട് പോകും. ഇപ്പോൾ കണ്ടോ, കളർ ഇതേ കളറായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ മാറ്റണം. നമ്മൾ പ്ലേറ്റിൽ മാറ്റി കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് ക്രിസ്പി ആയിട്ട് വരും. അതുകൊണ്ട് ഈ കളറാവുന്ന സമയത്ത് തന്നെ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കറുത്ത കളർ പോലെ ആയിട്ട് വരും. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കണം. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് വരാം. നന്നായിട്ട് നിരത്തിയിട്ട് ഞാൻ പ്ലേറ്റിൽ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാട്ടോ. നമുക്ക് വേണ്ടതനുസരിച്ച് എടുക്കാം, ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാട്ടോ.
പിന്നെ ഉണക്കമുന്തിരിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ കളറിലെ റൈസിൻസും കൂടി ആഡ് ചെയ്തു. ഈ കാഷ്യൂം റൈസിൻസും ഓയിലിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട ഒരു 2 പീസ്, പിന്നെ തക്കോലം ഒരെണ്ണം, പിന്നെ ഏലക്ക 5 or 6 ഇടാം. പിന്നെ ഒരു ഗ്രാമ്പും കൂടി ആഡ് ചെയ്യാം. ഒരു 5 or 6 ഗ്രാമ്പും കൂടി ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് ഞാൻ അതിൻ്റെ ഇടക്ക് വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിരുന്നു. അരിപ്പേരിട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തു. അരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് വറുക്കണം. ആ ഓയിൽ കിടന്ന് നന്നായിട്ട് വറുത്തെങ്കിലാണ് ചോറ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഉടഞ്ഞ പോലെ വരും. അതുകൊണ്ട് 5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അഞ്ച് മിനിറ്റ് നേരം ഏകദേശം വറുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ തിളച്ച വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 5 ഗ്ലാസ് അരി ആയതുകൊണ്ട് 7.5 ഗ്ലാസ് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഇതിന്റെ അളവ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ നാരങ്ങാനീര്, ഒരു നാരങ്ങേന്റെ നീരും കൂടി ആഡ് ചെയ്തു. നാരങ്ങാനീരും കൂടി ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ കുക്കാകുമ്പോൾ തന്നെ ചോറ് റെഡി ആവും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 8 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് റെഡിയായി. ഇനി ഇതിൽ നിന്ന് ദം ചെയ്യുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റുന്നുണ്ട്. അടിയിൽ കുറച്ച് ചോറ് വെച്ചിട്ട് ബാക്കി ചോറ് മൊത്തം ഞാൻ മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. 2 ലെയർ ആയിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. ചിക്കൻ ദം ചെയ്യുന്നതിന് വേണ്ടി 2 ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരു ലെയറിൽ ചിക്കൻ ആഡ് ചെയ്തു. പിന്നെ അതിന്റെ മുകളിലേക്ക് മല്ലിയില കുറച്ച് ആഡ് ചെയ്തു. പിന്നെ പുതിനയില. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, സവാളയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കാഷ്യൂ റൈസിൻസും അതും ആഡ് ചെയ്തു, കുറച്ച് വീതം കേട്ടോ. പിന്നെ ഗരം മസാല ഒന്ന് കുറച്ചൊന്ന് തൂവി കൊടുക്കുക അതിന്റെ മുകളിലേക്ക്. പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് ചോറ് ആഡ് ചെയ്യാം. കുറച്ച് ചോറ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ഭാഗം ചോറാണ് കേട്ടോ ആദ്യം താഴെ ഉണ്ടായിരുന്നത്, ചെമ്പിന്റെ താഴെ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിട്ട് കൊടുത്തു. പിന്നെയും അതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചിക്കന്റെ മസാലയും കൂടി ആഡ് ചെയ്തു. 2 ലെയർ ചിക്കൻ ഇട്ടു. പിന്നെ അതിന്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ ഇട്ടതുപോലെ തന്നെ മല്ലിയില ആഡ് ചെയ്തു. പിന്നെ പുതിനയിലയും പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചോറ് അതിന്റെ മുകളിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള മൊത്തം ചോറ് അതിന്റെ മുകളിലേക്ക് ചേർത്തു. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഗരം മസാല ഒന്നുകൂടെ കുറച്ചൊന്ന് വിതറി കൊടുത്തു. പിന്നെ മല്ലിയില നമ്മൾ ആദ്യം ഇട്ട പോലെ തന്നെയാട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഉണ്ടല്ലോ, സവാള, പിന്നെ കാഷ്യൂ റൈസിൻസ്, അതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ദം ചെയ്യാം. അടി പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ചപ്പാത്തിന്റെ പാൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കുക. ചിക്കൻ പൊടിയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം സെർവ് ചെയ്യുന്നതിന് വേണ്ടിട്ടോ. കണ്ട, ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.